കരുനാഗപ്പള്ളിക്ക് പുറമെ തിരുവല്ലയിലെ വിഭാഗീയത CPM നേതൃത്വത്തിന് തലവേദനയാവുകയാണ്. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം വിഭാഗീയതയെ തുടർന്ന് 2 തവണ നിർത്തിവെച്ചെങ്കിലും കയ്യാങ്കളിയിലേക്ക് എത്തിയതുമാണ് നേതൃത്വത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉച്ചയ്ക്ക് ശേഷം ജില്ലയിലെത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശമാണ് വലിയ വിവാദങ്ങൾക്ക് ഇടവച്ചത്. മുൻ ലോക്കൽ സെക്രട്ടറിയായ CC സജിമോനെതിരെ നടപടിയെടുത്തതിന്റെ പ്രതികാരമെന്നോണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. ഈ പരാമർശമാണ് തർക്കങ്ങൾക്കും ഒടുവിൽ കയ്യാങ്കളി വരെയും എത്തിച്ചത്. സജിമോനെതിരെ നടപടിയെടുത്തതിന്റെ പേരിൽ മുൻ ഏരിയ സെക്രട്ടറിയും ഒരു വിഭാഗം നേതാക്കളും സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു എന്ന ഗുരുതരമായ പരാമർശങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. പാർട്ടിക്കും നേതൃത്വത്തിനും പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വിഭാഗീയത ഉയർന്നതോടെ 2 തവണ സമ്മേളനം നിർത്തിവെച്ചു. കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതാക്കൾ ഉൾപ്പെട്ട സമവായ നീക്കങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തിരുവല്ല CPMലെ രൂക്ഷമായ വിഭാഗീയതയിൽ പരുമല ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരും കഴിഞ്ഞ ദിവസം കൂട്ടരാജിവെച്ചു. ഈ സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരത്തിനായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് എത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട.